ഇന്ന് ഈച്ചുവിന്റെ നോമ്പുറയാണ്. നമ്മളെ കൂടെ മിർഷാദ് കാവറുകളുണ്ട്. മിർഷാദ് എന്താ പറയാനുള്ളത്? ഉഷാറാണ്, നല്ലതാണ്. മിർഷാദ് കൊറേ ദിവസമായി നമ്മളിപ്പം കൂടിയിട്ടാ. രണ്ടാഴ്ച കഴിഞ്ഞ് മിർഷാദ് ഖാൻ നമ്മള് കണ്ടിട്ട് കാണുമ്പോ മിർഷാദ് ഖാന്റെ ലുക്ക് കൂടി വരികയാണ്. കൂടെ കൂടെ ചെറുപ്പാകുന്നല്ലേ ഉറക്കം പറയും. എടാ രസമല്ലോ, സീൻസ് അല്ല കേട്ടോ. ഒടുക്കത്തെ കാറ്റും പരിപാടിയൊക്കെ. മഴ പെയ്യുന്നുണ്ട്. നമ്മളെ തുറവി എന്താവുമെന്ന് നമ്മൾ തന്നെ കണ്ടറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈച്ചിവിടെ തുറവി എന്നുള്ള പേരിൽ ഒരു മിനി കല്യാണം നടത്താനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ഫുള്ള് കാറും വണ്ടികളാട്ടോ. എടാ ഇത് പക്കാ ഔട്ട്ഡോറാ? ഇല്ല, വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി തിന്നൊക്കെ ചെയ്യാം അല്ലേ? ഹായ് പറുദീസ, അതതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പരിപാടിയില്ല, ദീപിൻ്റെ പരിപാടി. അത് പ്ലാനറ്റിക്കോൻ്റെ പരിപാടി കേട്ടോ, അത് നമ്മളെ കണ്ടില്ല. അല്ലാ, ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? ലോക്കായി. പേര് കൊടുത്തേക്കണം നമ്മള്. ടൈമില് നമ്മള് വരുമ്പോ മഴ പെയ്യും. പെയ്തില്ലേ? നമ്മള് വരുമ്പോ മഴ പെയ്യും. അതാ അതിന്റെ ഒരു സ്റ്റൈല്. എവിടെ ഒപ്പിടല്? നമ്മൾ ആരൊക്കെ ബുക്ക് ചെയ്ത? ആരൊക്കെ ബുക്കിംഗ് നമ്പർ? 250. സെൽമ ബുക്കിംഗ് നമ്പർ 756. എടാ ആരണത്? വെറുതെ ബുക്ക് പേപ്പർ കൊണ്ട് ഇത് കുപ്പിന്റെ ലൈനാട്ടോ. ഹായ്. എടാ എല്ലാരും ഇരുന്നാ? വലൈക്കും സ്ലാം. വ്ളോഗും കൂട്ടിമുട്ടി. അയ്യോ ഇതെന്താ? അത്ര നോമ്പുണ്ട്. ഹായ്. ഹസറത്തിന്റെ അടിയാണ് ലക്ഷദ്വീപ്. ഓക്കെ ഓക്കെ. ഓല് വന്നിണ്ടാ? ഓക്കെ മീറ്റ് ചെയ്യാം. നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് മഴ പെയ്യോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് വല്ലാതെ. ഒരു ലോഡ് ആൾക്കാരായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്താ. ഇവിടുന്നിട്ട് എടുത്തോ. കുപ്പി അവിടെ നിൽക്കുന്നു ഗോകുൽ അവർകൾ അവിടെ നിൽക്കുന്നു. അതെ ഗോകുലേ, അനക്ക് ഇന്നലെ എവിടെയാണ് പരിപാടി? പരിപാടിട്ടാ. എന്താ വർത്താനം മുത്തേ? സുഖം. എന്താ വിശേഷം? സുഖമായിട്ട് പോകണല്ലേ? ഹായ്. ഇതാരൊക്കെയാണ് റബ്ബേ? പേരെന്താണ്? ഇവ, എബി ഒക്കെ രണ്ടക്ഷരമുള്ളല്ലോ പേരില്. ഷബാസ്. ഇവ, അങ്ങനെ ഇത് സ്പെല്ലിങ് വേർഡ്സ്. ഒരു ഫോട്ടോ എടുക്കാം. എല്ലാരും തുറക്കത് എങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അബ്ബേ? ഈച്ചിവിടെ മറ്റേക്ക് വിളിച്ചിരിക്കണം ഓൺലൈൻ മീഡിയക്കാരൊക്കെ. ഇതൊക്കെ നിമിഷ കൊക്കുൺ മീഡിയ, നീലക്കോയിൽ മീഡിയ ഒക്കെ ഉണ്ടാ. ചെങ്ങായിമാരെ സ്ഥീര ഇമ്മേ. ഞാൻ ദിവസം ഞാൻ ദിവസം 3 നോമ്പ് പിടിക്കും. സെല്ലു അഫിന്റെ കാണിച്ചു കൊടുക്ക്. ഹായ്. കേട്ടാ എനിമാനെ എല്ലാരും ഉണ്ടല്ലോ. ഇസ്ലാം ഹായ്. വന്നപ്പോ വ്ളോഗ് എടുത്ത് തന്നെ ഈ അനുവിനും കാണണം തന്നെ. എന്താ വർത്താനം? ഇപ്പൊ ചെറിയ പരിചയം തോന്നുന്നു. കാശ്മീർ ട്രിപ്പിലുണ്ടായില്ലേ? കാശ്മീർ ട്രിപ്പിന് വന്നിനി. ഓക്കെ. ചങ്ങായിമാരെ നോമ്പൊക്കെ കഴിയാനായില്ലേ? പെരുന്നാൾ ഭാഗ്യം എനിക്ക് പണിയൊന്നും കിട്ടിയില്ലോ കേട്ടോ. സലാം ബ്രോ. സലാം. ഹായ്. ഇബൽക്കുള്ളു പണി അങ്ങനെ. എല്ലാരും ഉണ്ട്.
ഇവിടെ ഫാമിലി 10 ലക്ഷദ്വീപ് 10 പേര് എല്ലാവരും ആ ഫുള്ളുണ്ട്. ലക്ഷദ്വീപിൽ നിന്നും നമ്മുടെ തുറവിക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാ. ഞാൻ ഇക്കങ്ങനെ കണ്ട്. ആരെ എവിടെ നിന്ന്? നിങ്ങളെ ബ്രദറോ അമ്മനോ ആരോ പറഞ്ഞപ്പോ മീറ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ എല്ലാവരും ഫുൾ ടീം ഉണ്ട്. മാഷാ അല്ലാ. എന്താ വിശേഷം? പർച്ചേസ് കല്യാണം ഓക്കെ ഓക്കെ എല്ലാവരും ഓക്കെ 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 നടക്കട്ടെ. ഒരുമിച്ച് പോവാം ഇൻഷാ അല്ലാ. അങ്ങെത്തണോ ഈച്ചുന്റെ? ഞാൻ ഇന്നത്തേക്ക് ഒരു 30 നോമ്പ്. ഓക്കെ നിങ്ങളോ? സൽമാൻ നമുക്ക് പേരെ കൊണ്ടിട്ടിക്കാം. ഹായ് ഹായ്. ഇപ്പച്ചിനല്ലോ ആ ഫോട്ടോ എടുക്കുക. സലാം. ആ ഓക്കെ വിട്ടാ. എന്താ വിശേഷം? സുഖം. ഫോട്ടോ എടുക്കുക. വരി വരി. ഇതാ സാപ്പാ. പേര് ഇവയല്ലേ പേര്? ഓക്കെ. ജിമ്മി എങ്ങനെ കാട്ടർബിയാ? ബലം ഫോട്ടോ എടുക്കണോ? വരി. കാരണം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇനി എക്സ്ട്രാ ടേബിൾ ഇടണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ചെന്നിട്ട് ഇരിക്കും. വേഗം 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 ഓക്കെ ഓക്കെ ബ്രോ. ഓക്കെ സെറ്റ്. ബാ ഇരിക്ക് ഗോകുല് വാ. എല്ലാവരും വരി. ഇരുന്നൂടി എല്ലാവരും. ഹായ്. നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാം. അപ്പൊ ഇതിലെ പോയി നോക്കുമ്പോൾ ഇപ്പച്ചി വെള്ളം കുടിച്ചിട്ടാണ്. ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും എന്താ വിശേഷം? ഇവിടെ ഉണ്ടായിനോ? കൊച്ചിയിലുണ്ടായിനല്ലോ. കോഴിക്കോട് ഉണ്ടായിന്. മെസ്സേജിന്. ഓക്കെ ഓക്കെ ഓക്കെ. ഉമ്മ ഇത് സിസ്റ്റർ ഹസ്ബൻഡ് അത് അവളുടെ ഫ്രണ്ട് പിന്നെ ഇത് കസിന് ഇത് ഓക്കെ ഓക്കെ ഓക്കെ. അത് ലാമേന്റെ മോളുടെ മോന്. നമ്മുടെ അവിടെ അടുത്താണ് പഠിക്കുന്നത്. അപ്പൊ ലീവ് ആകുമ്പോ അവിടെ ഇരിക്കി. ഇത് ഫ്രണ്ട്. ഞാൻ അവിടെ വന്നാണ്. ഞാൻ ഇവിടെ വന്നാണ്. നമ്മള് വന്ന ദീപാവലി അകത്തിൽ 2 പ്രാവശ്യം വന്നു. ഇതാരാണ് റോസ് ഉടുപ്പലോട്ട് വന്ന സൂപ്പർ ഉടുപ്പൊക്കെ ആര് വാങ്ങിയെന്ന്? എന്റെ കുട്ടിക്ക് ആരും ഉടുപ്പെല്ലാം വാങ്ങിയെന്ന് ചെലപ്പോ കരയോ? വരുന്നുണ്ട്. അധികം നിൽക്കല്ലോ. നല്ല ഡ്രസ്സ്. ഓക്കെ. പേരെന്താളെ? അസ്സലാമലൈക്കും. എന്താ പാട്? ഷാറല്ല. അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ അസർമുല്ല മണം വീശുന്ന KP ഇവിടെ നിൽക്കുന്നു. KP എന്താ പറ്റി 2 വാക്ക് പറഞ്ഞുതരൂ. നമ്മുടെ പ്ലാന്റുകോന്റെ വകയുള്ളൊരു ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു ഗിഫ്റ്റ് ആണത്. അപ്പോൾ ഇതിൽ അത്തറുണ്ട്. സെറ്റപ്പ് ആയിട്ടോ കമ്പനി. ഓക്കെ. അത്തറ് അതുപോലെ ഇതിൽ ഒരു സ്വീറ്റ്സ് ഉണ്ടാവും. അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അപ്കമിങ് പ്രൊജക്റ്റുകൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇന്റർനാഷണൽ കളികളാണ് മൊത്തം. കമ്പനി വലുതായി പോയി. ഇതെന്താ അപ്കമിങ് ഇവന്റ്സ് ഇട്ടാ. അപ്പം 12-13 സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ബുക്കിംഗ് ഓപ്പൺ. 10-22 കാശ്മീർ ബുക്കിംഗ് ക്ലോസ് ആയി. അത് ബുക്കിംഗ് അല്ല സൈഫാണ്. സൽമാനാണ്. എടാ ലക്ഷദ്വീപ് ട്രിപ്പ് ക്ലോസ്, കാശ്മീർ ട്രിപ്പ് ക്ലോസ്. സർപ്പാസ് ട്രക്ക് മാത്രമാണ് ബുക്കിംഗ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 4 മുതൽ 10 വരെ മെയിൽ നടക്കുന്ന സർപ്പാസ് ട്രക്ക്. പിന്നെ മെയിൽ 9-17 നടക്കുന്ന കാശ്മീർ ട്രിപ്പിലും ബുക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അപ്കമിങ് അല്ലേ. ജൂൺ ജൂലൈ മേഘാലയ മഹാരാഷ്ട്ര പരിപാടികളാണ് വരുന്നത്. അപ്പം ഇത് സ്കാൻ ചെയ്താൽ ഫുള്ള്
ഫുൾ ഇവന്റ്സിന്റെ കാര്യങ്ങളും പരിപാടിയൊക്കെ ഇത് സ്കാൻ ചെയ്ത് അറിയാട്ടോ. അപ്കമിങ് പരിപാടികൾ. ഓ മാഷാഅല്ലാ എല്ലാ ബുക്കിംഗ് ക്ലോസ് ആയല്ല. ഇനിയിപ്പോ പോവാൻ പറ്റിയപ്പോ കേട്ടോ സർപ്പാസ്ക്കാ. ഇത് പകരം ഇടാൻ പറ്റുമോ? ഗസ്റ്റ് ചെയർ എടുത്തോട്ടെ. അതെന്താ? അത് ഫിക്സിനല്ലേ. ആ ഫോട്ടോ എടുക്കാം. കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറവി നടക്കുന്ന സ്ഥലട്ടാ. നല്ല തെങ്ങുംതോപ്പിനിടയിൽ വിശാലമായ ഒരു 8-10 ടേബിൾ ഇട്ടുകൊണ്ട്, 8-10 1 2 3 4 5 6 7 8 9 10 11 12 13 14 10-20 ടേബിളും പിന്നെ ഹട്ടും. ഈ ഹട്ടും കൂടി ഇട്ടിട്ടാണ് ഈ പരിപാടി ഇട്ടത്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഹട്ട്, 2 ഹട്ടാണ്. ആഷിക നമ്മളെല്ലാവരും അവിടെ ഹെവി ഗസ്റ്റുകളല്ല അവിടെ. നമ്മുടെ ഹെവി ഗസ്റ്റ് ഇത് അവിടെ നിൽക്കുന്നു. ആഷിക അവർകൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വേളയിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ യാത്രകളിലാണെന്ന് കേട്ടു. എവിടെയായിരുന്നു? ഞാൻ അങ്ങ് ഷിലോങ്ങിൽ പോകേണ്ടി വന്നു. പെട്ടെന്ന് അവിടെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നു. പിന്നെ ഈച്ചുനെ വിളിച്ച് പറഞ്ഞ് എന്തായാലും വരണമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് എടുത്ത് വന്നു. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നു. ട്രെയിൻ നമുക്ക് സമയമില്ല, അപ്പൊ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് പാടത്ത് കൂടെ ലാൻഡ് ചെയ്തു. ഈ പാടത്തിന്റെ അപ്പുറത്ത് ആഷിക്കാന്റെ വീട്. അപ്പൊ ഇവിടെ തന്നെ ഇറങ്ങി നേരം ഇങ്ങോട്ട് വന്നതാണ്. വളരെ സന്തോഷം. വന്നതിലും സന്തോഷം. ബാബാ നടക്ക്. ഈച്ചുവിന്റെ ക്യാമറ മനസ്സിലായി. അപ്പൊ ഈ സൈഡ് കാണിച്ചു കൊടുക്ക്. ഈ സൈഡില് ഒരു ലോഡ് ജനങ്ങളുണ്ട് ട്ടാ. ഫുൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ് വെച്ചോ ഒരു തലക്കെന്ന് ഇങ്ങനെ കൊടുത്തോ. ബാങ്കല്ലേ? ബാങ്ക് കൊടുത്തിട്ടോ? ബാങ്ക് കൊടുത്ത് സലാം ബാബ ഒരു കാരക്കന്ന് ബാങ്ക് കൊടുത്ത് അല്ല വേണ്ട തിന്നോളിന്ന്. അല്ലതാരി എല്ലാരും ഉണ്ടല്ലോ. ആടാ സീല്ല ഇരിക്ക്. ഗോകുലിന് ഉച്ചക്കേശം ഫുൾ നോമ്പ് കിട്ടിക്കുന്നതാണ് കേട്ടോ. ഇതെന്താ? ഇവിടെ എത്ര പള്ളിയാ? ഇങ്ങനെ കൊടുക്കണ ബാങ്ക് സറൗണ്ടിങ്ങില് തിന്നു കഴിഞ്ഞിട്ട് കാണാം. ജിമ്മി അപ്പൊ സുഹൃത്തുക്കളെ ഈ കൂട്ടത്തില് എമ്പുരാന് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ ആരാന്നുള്ളത് ഇങ്ങളായി തന്നെ കണ്ടുപിടിക്ക. ഇവിടെ ആരും എമ്പുരാന് ടിക്കറ്റ് എടുത്ത മിന്ത ഫുഡി. ടിക്കറ്റ് എടുത്തുക്കണോ മിന്ത ഫുഡി? എടുത്തില്ല. ഇപ്പൊ ടിക്കറ്റ് എടുത്തുക്കണോ? ഡ്രഡ് ഇല്ല ഡ്രഡ് എടുത്തുക്കണോ? എമ്പുരാന്. അപ്പൊ എമ്പുരാന് ടിക്കറ്റ് എടുത്തവര് ചിരിയൊക്കെ മാറിട്ടോ. ചെറുക്കന്മാരൊക്കെ ഇവിടെ നാട്ടിൽ ഫുൾ ആൾ കൂടിയിട്ടാണോ? പടച്ചോനെ എന്ത് ഓയ് ഇതന്നെ കയ്യെ കീറ്റാണ്ട് വരാം. നോമ്പ് തുറന്നോ എല്ലാരും? നിങ്ങൾ ഇവിടുത്തെ പള്ളിക്കൊന്ന് വരാ? ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് വരാട്ടാ. ഓക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. വരി.
എമ്പുരാനേ എമ്പുരാനേ സൈക്കോ എന്നെ മനസ്സിലാവുന്ന തിരിയാതെക്കാം. അപ്പുക്കുട്ടാ എടാ അപ്പുക്കുട്ടാ ഓവറാക്കി ചാളമാ. ടീം ഹിൻലെസ് ഇതാ വീണ്ടും ഹിൻലെസിന്റെ കുപ്പായിട്ട് നമ്മൾ ചേർക്കാൻ ചേഞ്ചസിനെ പറ്റി പറയും. സ്റ്റൈൽ ഹിൻലെസ് സ്റ്റേറ്റ്മെന്റ്. എൻ്റെ കുട്ടിയുണ്ട് നമ്മൾ ഹിൻലെസിന്റെ ടീഷർട്ട് നമ്മളെ പരിപാടിക്കാൻ വന്നു. ഫൈസ് അല്ലേ എൻ്റെ കുട്ടിയുടെ പേര്? അതെ ഫൈസ്. നിസ്കരിച്ചില്ലല്ലോ. ഏയ് ഭയ് അംഗനവാടി കിടക്കാം ഫാൻസ്. ഇവിടെ കൈമുറിയിലിട്ടാ കൈമുറിയില് പാട്ടടിത്തരാ ഒച്ച ഉണ്ടാക്കല്ലേ. എടാ നിങ്ങളെ കയ്യും നോക്കുന്നു. ഭീമ തട്ടല്ലി എന്താ പാടല്ലേ? പാട്ടോ ശീല അവിടെ ഉണ്ട്. അഫയെടുത്തു. പാട്ടോടി തന്നാ മതിയാ? ഏത് പാട്ടാടണ്ടേ? എന്റെ പാട്ടിനെ പാടിത്തരാം. കസവിനാൾ ഇനി പാടിയൊക്കെ കോപ്പറേറ്റ് അടിക്കുവാ. അന്നലെ കോപ്പറേറ്റ് അടിച്ചിട്ടില്ലേ? സപ്തമില്ലേ? ഞാൻ കസവിനാൽ പാടിയ കോപ്പറേറ്റ് ഇട്ട് ഞാൻ വേറെ പാട്ടാടാ. വേറെ ഏതാ പാട്ടടാ? ആലപ്പുഴ മുല്ലക്കല് പാടിയ കോപ്പറേറ്റ് ഇട്ടോ? ആലപ്പുഴ മുല്ലക്കല് മുല്ലപ്പൂ മണമുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ, നിന്നായും പോലോരാ പെണ്ണിനെ കണ്ടേ ഞാൻ. തിരുമലപ്പട്ടത്തിയോ വട്ടപ്പള്ളി മുഞ്ചത്തിയോ പുളിങ്ങുന്ന ചായത്തിയോ ആരാണെന്നറിയൂല തന്തിനെത്താനാണേ, ആരാണെന്നറിയൂല തന്തിനെത്താനാണേ. ആലപ്പുഴ മുല്ലക്കല് മുല്ലപ്പൂ മണമുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ, മിന്നായം പോലോരാ പെണ്ണിനെ കണ്ടേ ഞാൻ. മലപ്പുറം ഞങ്ങൾ ഇപ്പൊ പോകും കുറച്ച്. എവിടെ എല്ലാരും വീട് എടുത്ത് തന്നെ. ആ മൂപ്പര് വിളിക്കണ്ടേ? അപ്പൊ എക്സാം അല്ലേ ഇപ്പൊ? കഴിയും വിളിക്കണ്ടേ? സ്റ്റീലിനെ വേണ്ടേ? ടീച്ചു സൽമാനോട്ടൊരു പാട്ട് പാടാൻ പറയല്ലോ. സൽമാൻ കാണികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് സൽമാൻ മക്കരപ്പറമ്പ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്തായി സൽമാൻ ആലപിക്കുന്ന ഒരു പടക്കം പൊട്ടിച്ചേ. ഒരു പാട്ട് പാടും പേടിച്ചില്ല. ഇടയ്ക്ക് പേടിയടാ. മറ്റേത് പാടിക്കളാ. കൈയടിച്ചു പാടി മറ്റേ പാടല്ലേ പലിച്ചക്കിച്ച പാടി നമ്മൾ ഇന്നലെ പാടിയ പാട്ട് പാടിക്കൊടുത്തലാ.
ഫാൻസ് ഒന്ന് അടങ്ങി ഇപ്പൊ പാടത്തെ കൂടിക്കൊണ്ടോ പാടാറില്ല സത്യം പുറത്തേക്ക് ഇറങ്ങാം സ്റ്റീലോടെ ഇറങ്ങല അല്ല ഞങ്ങൾ എടുത്തു കഴിഞ്ഞാണ് അല്ല നമ്മളെടുത്താ ഫോട്ടോ എടുക്കാൻ ഈച്ചു വരില്ലേ ഈച്ചു ബഹുമാനപ്പെട്ട സ്റ്റീൽ അവർകൾ തന്റെ ഫാൻസിനെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച കൈ കീറി മുറിയരുത് ഒരു പാട്ടോടി കൊടുത്താ ഒരു പാട്ട് എടാ പാട്ട് വട്ടത്തിൽ വലയിട്ടു മച്ചിൻ മുകളിൽ എട്ടുകാലുള്ളൊരു എട്ടുകാലി ചന്തത്തിൽ നീളത്തിൽ നല്ല പാട്ട് പാട് നല്ല പാട്ടാണ് മലർ കൊടിയേ വളർന്നു വരും കൺകോണിൽ സുബർദം കണ്ടേ പോട്ടെ ആവശ്യമാത്ത വന്നില്ല എടാ വ്ളോഗില് എല്ലാരും വ്ളോഗൊക്കെ ഒരു ചാറ്റ് ഓടിക്കും ചാടി കൂടിയോ ഓക്കെ ലേഡീസ് ഫാൻസ് ഹായ് ഓക്കെ കുഴപ്പമില്ലല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ഒരു ടോക്ക് സെഷൻ നടക്കാട്ടോ എല്ലാവരും പിന്നെ നമ്മളെ ക്യാമ്പിനൊക്കെ സ്ഥിരം വരുന്നവർക്ക് അറിയാം കേപ്പിനെ അറിയില്ലേ എന്താ കേപ്പിന്റെ ഫുൾ ഫോം എന്താ അറിയുന്നത് പറയും ഏയ് കേപ്പിന്റെ ഫുൾ ഫോം ഒക്കെ എല്ലാവർക്കും അറിയാം അവിടെ ഒരു പടക്ക ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഇമ്മച്ചി പോയി കാണുകയാണ് എല്ലാരെയും ഉമ്മച്ചി അവിടേക്ക് പോയതാണ് ഗ്യാലറിയിലെ ആൾക്കാർക്ക് കേട്ടോ ഉഷാർ നിങ്ങൾക്ക് ഉഷാർ കുറവാണ് അവിടെ പുറത്തേക്ക് ഇതിലേറെ ഉഷാറുണ്ട് പിന്നെ ഇതില് സ്ഥിരമായിട്ട് ക്യാമ്പിന് വരുന്നവരൊക്കെ ഉണ്ട് ഒരു 3 പേര് ഒരു ക്യാമ്പിനെങ്കിലും വന്നോല്ലേ കൈവക്കി പ്ലാന്റ് ഗോ ഫാമിലി ഇല്ലല്ലോ കമ്മ്യൂണിറ്റിയിലൊക്കെ കൈവക്കി പൊക്കി കൂടി ആ അനുണ്ട് കേട്ടാ വീഡിയോ എടുക്കണോ ശ്രദ്ധയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വന്ന് വീഡിയോ എടുക്കരുത് കേട്ടോ സൈഡിൽ വന്ന് എടുക്കുന്ന വീഡിയോസ് മതിയെ അസുര നിരാവണ അതിശക്കൂട്ടമാണട 10 മന്ത കാത്തൊരു വീരാജാവാണട 10 തല വീര്യം
കൊത്തനാട് ശൗര്യമാണട മുട്ടുമടക്കാത്തൊരു വീരാജാവാണട കേസെന്തോരം ചുമ്മാതെ എന്നോളും കണ്ടോട അടിമുടി ശൂരന്മാരാ കൊല്ലവെറിയുള്ളോരാ തോക്കില്ലേലും കയ്യൂക്കിൻ തൻ്റെ ഇടം കണ്ടോട നടപടിയില്ലാത്തോരാ ഉടനടിയിട്ടോരാ കലാപക്കാരാ ഞങ്ങൾ വികാരമില്ല വൈകൾ കടാരകേറ്റും നോക്കാതിടം വല്ലം ഈയൊരു ഗതി പിരാന്ത് മൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞൊടുക്കെ തീർന്നേക്കാം ആരുടെ വിധിയ അസുര നിരാവണ ടും അതിശക്കൂട്ടമാണട മുട്ടുമടക്കാത്തൊരു വീരാജാവാണട 10 തല വീര്യം കൊത്തനട് ശൗര്യം മുട്ടുമടക്കാത്തൊരു വീരാജാവാണടാ. അപ്പോൾ ഈ ഒരു ഡാൻസ് നമ്മുടെ പ്ലാനറ്റുകോല ഇതിൽ വന്ന് കളിച്ചിരുന്നത് ഫാരിസ് DQ പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. മൂപ്പര് നമ്മളെ ക്യാമ്പിൽ ഇന്നത്തെ ഗസ്റ്റ് ഇനി. അപ്പോൾ എന്താ വെച്ചാൽ പാട്ട് നേരിട്ട് വ്ളോഗിൽ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പാട്ട് കട്ട് ചെയ്തിട്ട് ആ പാട്ട് ഞാൻ തന്നെ പാടിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ മൂപ്പര ഡാൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊന്ന് പോയി കാണാം കേട്ടോ. സിന്ദൂരം ചുന്നാതെ കാടനോ ഓ മാടനോ തീ കലിക്കേറിയ കാലനോ ഞാനൊരാൾ കൈ ചൂണ്ടിയാൽ താനെ നീ മാറിടും ചാരമായി കുടഞ്ഞെടുക്കാൻ വന്നാലും തിരിഞ്ഞു കൊത്താനാളുണ്ട് കോപച്ചൂടോ വേഗത്തിൽ ചോരില്ലേ കിളിന്ത് പെണ്ണിന് മുന്നാലെ വിളറി നിൽക്കണോരാണല്ലേ വാശിക്കാരാ തോറ്റോടില്ലേ പണ്ടേ നാട്ടിൽ അങ്ങനെ കേറ്റിപ്പൊക്കിയ ചീട്ട് കൊട്ടാരം പെണ്ണിൻ മൂക്കിനറ്റത്തെ കാറ്റടിച്ചപ്പോൾ വീണ കുടാരം ഉയിര് നിറയെ മുരയുമുടനെ ഉടല് നിറയെ ഇളകി മറിയ പടരും മുടനെ വെറുതെ കുളിരോ ഉശിരോ കനവോ പടരും കനലോ കടവോ കടലും ഒഴുകി ഞാൻ കലാപക്കാര ഞങ്ങൾ വികാരമില്ല മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം ഈയൊരു പുകി പിരാന്ത് മൂടിൽ മെല്ലെ പിടഞ്ഞെടുത്താൽ കൂടെ സവാരിയാകാൻ പോരുന്നു ആരുടെ വിധിയാക്ബക്കാര നെഞ്ചിൽ വികാരമില്ല സ്ത്രീകൾ കടാരകേറ്റും തേർനാടിടം ബലം. അപ്പോൾ കാണികളൊക്കെ ഫുൾ എനർജറ്റിക് ആക്കിയിട്ടാണ് മൂപ്പരെ പരിപാടി അവസാനിപ്പിച്ചത്. നമുക്ക് വീണ്ടും ഫാരിസ് സാറിനോട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഈ ഒരു എൻഡ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വൻ എക്സൈറ്റ്മെൻറ്റിൽ ഇനി ഈശുവിൻ്റെ ഒരു തളവിക്ക് പോയതിട്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 150 ഗസ്റ്റുകൾ എന്ത് ചെയ്തു ഈച്ചോടെ എത്തിച്ചു ഇവിടെ. അപ്പോൾ ഒരു 150 ഗസ്റ്റുകളെ ഓൻ്റെ ചെറിയ പ്രായത്തിലെ പ്രയത്നം കൊണ്ട് തന്നെ ഓൻ്റെ പ്ലാൻ ടു ഗോ പറഞ്ഞ് ഓൻ്റെ ഫേമിലൂടെ അവിടെ എത്തിച്ചിട്ടു. അപ്പോൾ ഈച്ചുവിൻ്റെ ട്രാവൽ കമ്പനിയാണ് പ്ലാൻ ടു ഗോ. അപ്പോൾ സ്കൂൾ പൂട്ടിനൊക്കെ ഒരുപാട് ട്രിപ്സും കാര്യങ്ങളും ക്യാമ്പ്സൊക്കെ ഒരു അറേഞ്ച് ചെയ്യുന്നുണ്ട്. മറക്കരുത്, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പ്ലാൻ ടു ഗോൻ്റെ പേജ് പറ്റുകയാണെങ്കിൽ പോയി ഫോളോ ചെയ്യുക. എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. സ്കൂൾ പൂട്ടിനൊക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാനും ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ചെയ്യാനൊക്കെ പറ്റണ 1 ഡേ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഈച്ച് ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഞാൻ എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാവർക്കും ഇന്നവിടെ കണ്ട പോലെ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുക. ശരിക്കും ഒന്നും ഉണ്ടായത് എന്താ വെച്ചാൽ ഞങ്ങൾ പോയി ആ ടൈം മുതൽ ഞാൻ ആൾക്കാരപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. ഒരു 5:30-5:45 മുതൽ നിന്ന് നോമ്പ് കൊടുക്കുന്ന ടൈം അല്ല ആകെ കിളി പോയി ബാങ്ക് കൊടുക്കുന്ന ടൈം നിന്ന് 9:30 മണി വരെ എനിക്ക് അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഒന്നാമത് ആ നാട്ടിലെ സകലമാന ജനങ്ങളും കുട്ടിയാളും ഇമ്മമാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടാകും. ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേലിക്കമ്മിൻ്റെ പുറത്തും ആ ഇതിൻ്റെ ഫീൽഡിൻ്റെ പുറത്തും ഫുള്ള് ആ നാട്ടിലത്തെ ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ഉമ്മമാരൊക്കെ മതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക നമ്മൾ കാണാൻ. അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ അവരോട് പോയി സംസാരിച്ച് ഒരുപാട് ടൈം അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് വിളിച്ചു അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വിട്ടേട്ടാ. അപ്പം അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വന്നിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ 6 മണി മുതൽ 9 വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ സീറ്റിൽ പോയി ഇരിക്കുമ്പോൾ ആൾക്കാരെ എണീപ്പിക്കും, പോയി ഫോട്ടോ എടുക്കാറ്. അപ്പോൾ ഞാൻ ഓലപ്പം പോകും. പിന്നെ ആൾക്കാരെ എണീപ്പിച്ച് ലാസ്റ്റിൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഉപ്പൂറ്റി എന്താ ഞാൻ ഉപ്പൂറ്റി അല്ലേ മടമ്പ് 2 മടമ്പ് ചവിട്ടാൻ വയ്യ. അങ്ങനെ ഞാൻ എന്നിട്ട് ജിംഷാനോട് പറഞ്ഞു 9 അപ്പോൾ ഞാൻ ജിംഷാനോട് ഷാനോടൊക്കെ പറഞ്ഞു എനിക്ക് പോകണം. കാരണം എൻ്റെ മടമ്പ് ഭയങ്കര പെയിൻ ഉണ്ട്, ഇങ്ങോട്ട് മേലക്ക് കയറി വരുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ലിഗമെന്റ് ഇഞ്ചുറി വന്നതാണ്. അപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യാണ്ട് തല മിന്നിയ കോലത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കുന്നത്. ലാസ്റ്റിക്ക് മൊത്തത്തിൽ ഡെഡായി. കാരണം ഇവരൊക്കെ പരിപാടി ഞാനാണെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. ഇവരത്ര ഭക്ഷണവും കഴിച്ചിട്ടില്ല എനർജിക്ക്. പിന്നെ ഇവരത്ര നേരം എനിക്ക് ഇരിക്കാനും പറ്റിയില്ല. ഒരു പരിപാടി ഫുള്ള് കണ്ട് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഫോട്ടോ എടുത്താണ് ഒരു 3.5 മണിക്കൂർ സ്ട്രൈറ്റ് ഫോട്ടോ എടുക്കൽ. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ പീടി കയറിക്കണം അവിടെയൊക്കെ ഫോട്ടോ എടുക്കണം ആൾക്കാർ. കോട്ടക്കൽ നിർത്തി അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, ചായ കുടിക്കാൻ നിർത്തിയപ്പം അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, എടുത്തെടുത്ത് കുടിച്ച
കുടിച്ച ചായൻ്റെ ടേസ്റ്റും എനിക്ക് കിട്ടിയില്ല, തിന്ന കുനാഫൻ്റെ ടേസ്റ്റും. കാരണം തിന്നുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്തതിൻ്റെ എഫക്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. ഈ മാസം നിൽക്കാണ്ട് വ്ളോഗ് ചെയ്തതിൻ്റെ എഫക്റ്റ് നല്ലോണം എനിക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരാളില്ലാതെ നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട്, വണ്ടീൻ്റെ പിന്നാലെ ഫുള്ള് ആൾക്കാർ. അപ്പം ഇന്നൊക്കെ രാത്രി പെട്രോളിങ്ങിൻ്റെ ടൈമിൽ പോലീസ് പെട്രോൾ ചെയ്ത് നിൽക്കാട്ടാ. അത് വണ്ടി പോലീസ് എടുത്തിച്ച്, ഏതാ വണ്ടി എന്നൊക്കെ ചോദിച്ചു. പോലീസ് വണ്ടി ഫുള്ള് ഇങ്ങനെ തപ്പുക. അതിനപ്പുറത്തെ കൊട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. അതിൽ പോലീസുകാരൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ അറിയണ ഒരു കുടുംബക്കാരാണോ പോയെന്ന് ചോദിച്ചാൽ അതിൽ ജിമ്മി പറഞ്ഞ് ഇല്ല സാറേ അത് വണ്ടിൻ്റെ ഫാൻസാണ് കൊണ്ട് ജിമ്മി നല്ല ഒതുക്കിയിട്ടാ. ഇപ്പോൾ യൂട്യൂബാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരുടെ ഫൈൻ കിട്ടേണ്ട എഴുതിയിട്ട് ജിമ്മി എന്ത് ചെയ്തു, അത് വണ്ടി കണ്ടിട്ട് സാറേ അങ്ങനെ ഒച്ച ഉണ്ടാക്കിയതാവും സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിമ്മി നല്ല കേസ് ഒതുക്കി. അപ്പോൾ ഞങ്ങൾ ഉണ്ടാകുന്നത് അപ്പം വണ്ടീൻ്റെ പിന്നാലെ ആൾക്കാരെ, വണ്ടി പറയുമ്പോൾ TP നമ്പർ പ്ലേറ്റ് കൂടി കിട്ടിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ കാലും കൈയൊക്കെ വേദനിച്ച് സൈഡായി. അപ്പം ഇൻഷാ അള്ളാ നമ്മളെ വ്ളോഗ് ഇൻഷാ അള്ളാ ഒരു 4 ദിവസം കൂടി ഇല്ലേ നിമിഷാ, ഒരു 4 ദിവസം കൂടി ഞങ്ങളിങ്ങനെ ഉണ്ടാവുള്ളൂ. എന്തായാലും നോക്കാം, നമുക്ക് സ്കൂൾ പൂട്ടിന് എല്ലാവരും ഇവിടെ ഉണ്ടാവും. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും ഇൻഷാ അള്ളാ ഉഷാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഉഷാറാക്കിയിട്ട് തന്നെ വ്ളോഗ്സ് ചെയ്യും. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. 4 ദിവസം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യണം ഇക്കാരം. എന്തായാലും അടുത്ത വരും വ്ളോഗുകളിൽ കാണാം. അപ്പോൾ ഈ ഒരു നോമ്പുതുറ വ്ളോഗ് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 17 ലക്ഷം സബ്ബിലേക്ക് പോവുകയാണ്. എല്ലാവരും മസ്റ്റായിട്ടും സബ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.